ഹലോ, നമുക്കിന്നേ അച്ചങ്ങാപ്പയറിൻ്റെ തോരൻ വെച്ചിട്ട് വീഡിയോ തുടങ്ങിയാലോ? ഈ അച്ചങ്ങ തോരൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ എനിക്ക് ക്ഷമയോട് കൂടി ഇരുന്ന് അരിയാൻ ഭയങ്കര മടിയാണ്. ചോപ്പനകത്തിട്ട് ചോപ്പ് ചെയ്തെടുക്കും, അതാകുമ്പോൾ സെറ്റാണല്ലോ. എനിക്ക് അനുഭവം ഉണ്ടായ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയട്ടെ. അതായത് നമ്മളെല്ലാവരും ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ആൾക്കാരാണല്ലോ കൂടുതലും. നമ്മൾ എവിടെയെങ്കിലും ഒക്കെ ട്രെയിനിൽ പോകുന്നവരായിരിക്കുമല്ലോ. ഞങ്ങൾ ഈ കഴിഞ്ഞ ഡിസംബറിൽ ലീവിന് പോയിട്ടുണ്ടായിരുന്നേ. അത് കഴിഞ്ഞ് ഒരു 40 ദിവസത്തെ ലീവിനായിരുന്നു പോയത്. ജനുവരി ഫസ്റ്റ് വീക്കിൽ തന്നെ തിരിച്ചിങ്ങോട്ട് വന്നു. തിരിച്ച് ഞങ്ങൾ ട്രെയിനായിരുന്നു വന്നത് കേട്ടോ. നമ്മുടെ വിവേക് എക്സ്പ്രസ്സിലായിരുന്നു. അത് ചെങ്ങന്നൂരിൽ നിന്നാണ് കയറിയത്. രാത്രി 10:30 ആയി കയറിയപ്പോൾ. നമുക്ക് 3 രാത്രി ഇരിക്കണം ട്രെയിനിൽ തിരിച്ച് വരണമെന്നുണ്ടെങ്കിൽ. അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് 2 രാത്രി ഇരുന്നാൽ മതി. കാരണം നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ട്രെയിൻ നമ്മൾ ഒരു ഉച്ച കഴിയുമ്പോഴത്തേനാണ് കയറുന്നത്. അതുകൊണ്ട് 2 രാത്രി മതി. പക്ഷേ ഇവിടെ നമ്മൾ രാത്രി കയറുന്നത് കൊണ്ട് രാത്രി ഒരു രാത്രി കൂടുതൽ ഇരിക്കേണ്ടി വരും കേട്ടോ തിരിച്ചു വരുമ്പോൾ. അങ്ങനെ രാത്രി ചെങ്ങന്നൂരിൽ നിന്ന് കയറി പിറ്റേ ദിവസം രാവിലെ ഒരു 5:30 ആയി കാണും. ഞങ്ങൾ AC കോച്ചിലായിരുന്നു കേട്ടോ. മിഡിൽ ബർത്തായിരുന്നു. ഞാനും പൊന്നും കൂടെ ഒരു സീറ്റിലായിരുന്നു. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ഒരു 5:30 5:45 ആയപ്പോഴത്തേക്ക് ഞാൻ ഉണർന്ന് നോക്കിയപ്പോൾ എൻ്റെ ബാഗ് കാണുന്നില്ല. എൻ്റെ ഒരു ഹാൻഡ് ബാഗ് ഉണ്ടായിരുന്നു. അത് ഞാൻ എൻ്റെ തലാണിയുടെ കീഴിലായിരുന്നു വെച്ചത്. തലാണി കീഴി വെച്ചിട്ട് ഞാൻ അതിൻ്റെ പുറത്താണ് കിടന്നത്. അതിനകത്ത് ഉണ്ടെന്ന് വെച്ചാൽ എൻ്റെ മൊബൈൽ, എൻ്റെ പുതിയ ഫോണായിരുന്നു കേട്ടോ. എനിക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയതായിരുന്നേ. എൻ്റെ ഫോണ്, പിള്ളേരുടെ അത്യാവശ്യം നമ്മൾ ട്രെയിനിൽ യാത്ര ചെയ്യുവാണല്ലോ, പെട്ടെന്ന് വേണ്ട മരുന്നും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ആ മരുന്നെല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ പൊന്നുവിന് ട്രെയിൻ കയറിയ സമയത്ത്, ട്രെയിനിൽ കയറിയ ടൈമിൽ പൊന്നിന് ചെറിയ ചൂടൊക്കെ ഉണ്ടായിരുന്നു. അത് കാരണം അവളുടെ പാരസിറ്റാമോളും ഒക്കെ എൻ്റെ കയ്യിൽ തന്നെയായിരുന്നു കേട്ടോ. ഒരു രാത്രിയിൽ ഒരു വെളുപ്പം കാലം ഒരു 3:30 ഒക്കെ ആയപ്പോഴത്തേനും പൊന്നിന് ചെറിയ രീതിയിൽ ചൂട് കൊണ്ട് ഞാൻ ആ സമയത്ത് ഉണർന്ന് നമുക്ക് പാരസിറ്റാമോളൊക്കെ കൊടുത്തു. സമയം നോക്കി 3:30. അപ്പോൾ ഇനി അടുത്ത 5 മണിക്കൂർ കഴിയുമ്പോഴത്തേനും നമുക്ക് മരുന്ന് കൊടുക്കണമല്ലോ. ഫോണിൽ ടൈമൊക്കെ നോക്കിയിട്ട് ഞാൻ ഫോൺ പിന്നെ എടുത്ത് ബാഗിനകത്ത് തലക്കീഴിൽ തന്നെ വെച്ചു. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഒരു 5:30 ഒക്കെ ആയപ്പോഴത്തേനും ഞാൻ ഉണർന്നു എന്ന് പറയാൻ നമ്മൾ ട്രെയിനിൽ കയറുമ്പോൾ സർവ്വസാധാരണ നമ്മൾ അങ്ങനെ വീട്ടിൽ കിടന്നുറങ്ങുന്നുള്ള അത്ര ബോധമില്ലാതെ കിടന്നുറങ്ങത്തില്ല. എങ്കിലും എന്തോ സംഭവിച്ചെന്ന് അറിയാൻ പറ്റുന്നില്ല. ഞാൻ കുഞ്ഞിന് 3:30 മരുന്ന് കൊടുത്ത സമയം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. അത് ജസ്റ്റ് ഒന്ന് കണ്ണടച്ചതേ ഉള്ളൂ. പിന്നെ ഉണർന്ന് നോക്കിയപ്പോൾ എൻ്റെ ബാഗില്ല. അപ്പോൾ ഞാൻ ഈ മിഡിൽ ബർത്തിലല്ലേ കിടന്നത്. അപ്പോൾ ഞാൻ കരുതി എന്നാൽ താഴെ വീണതായിരിക്കാം എന്ന് കരുതി ആദ്യം ഇറങ്ങി താഴെയൊക്കെ നോക്കി. അവിടെ ഒന്നും ഇല്ല. അപ്പോൾ ശ്രീയേട്ടൻ സൈഡ് സീറ്റിലായിരുന്നു, അപ്പറിൽ. അപ്പോൾ ശ്രീയേട്ടനെ വിളിച്ചു. ചേട്ടൻ വന്നിറങ്ങി അപ്പുറമുള്ള സീറ്റുകാരൊക്കെ വന്ന് നോക്കി. ബാഗ് കാണുന്നില്ല. ബാഗ് പോയി, മോഷണം പോയി. ആരും അടിച്ചു മാറ്റിക്കൊണ്ട് പോയതാണ്. അപ്പോൾ ആരെയാ സംശയം ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. ആയിപ്പോയി. ഒട്ടും പ്രതീക്ഷയില്ലാതെ ഭയങ്കര ഹാപ്പിയിൽ നാട്ടിൽ പോയി. നാട്ടിൽ തിരിച്ച് ഹാപ്പിയായിട്ട് തിരിച്ച് ഇവിടെ വന്നു. എന്തോ അങ്ങനെ നമ്മുടെ കയ്യിൽ നിന്ന് പോകാനിരുന്നു ഫോൺ, അത്രയേ ഉള്ളൂ. പക്ഷേ സംശയം എന്ന് ചോദിച്ചാൽ ഞാൻ നേരത്തെ എനിക്ക് അങ്ങനെ സംശയം ഉറപ്പിച്ച് നമ്മൾ കണ്ണി കാണാത്ത കാര്യം നമ്മൾ പറയാൻ പാടില്ലല്ലോ. പക്ഷേങ്കിൽ ഫുള്ള് വടക്കേന്ത്യക്കാരായിരുന്നു ട്രെയിനിൽ കേട്ടോ. വേറെ നമ്മുടെ മലയാളീസായിട്ട് ആരും ഇല്ലായിരുന്നു ആ കോച്ചിൽ. വടക്കം ഈ ബംഗാളികളൊക്കെയായിരുന്നു. അവർ നമ്മുടെ നാട്ടിൽ പണിക്ക് വന്നിട്ട് തിരിച്ചു പോകുന്ന ആൾക്കാരൊക്കെ തന്നെ ആയിരുന്നു. അവർ ആദ്യം മുതൽ തന്നെ ഫോൺ പോയ ടൈം മുതൽ തന്നെ നമ്മൾ ഇറങ്ങുന്ന ടൈം വരെയും നമ്മളോട് ഭയങ്കര കാര്യമൊക്കെയായിരുന്നു. നമുക്കതുകൊണ്ട് അവരുടെ പെരുമാറ്റത്തിൽ നിന്ന് നമുക്ക് ആരെയും വിലയിരുത്താനും പറ്റത്തില്ല. ഒരു പ്രായമുള്ള ഒരു സ്ത്രീയും അവരുടെ ഹസ്ബൻഡുമായിരുന്നു. അവർ താഴത്തെ സീറ്റിലായിരുന്നു കേട്ടോ. ഞാൻ ആ ടൈമിൽ ഉണർന്നപ്പോൾ ഇവരുണർന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യം പറയുന്നുണ്ട്. 4 മണിയാകുമ്പോൾ അവരുടെ സ്റ്റേഷനിൽ എത്തും എന്നൊക്കെ പറയുന്നത് കേട്ടു. അപ്പം നമ്മൾ ഇത്രയും ചിന്തിക്കുന്നില്ലല്ലോ. അപ്പോൾ അവരാണെന്ന് ഞാൻ പറയുമല്ല, എനിക്കറിയില്ല അവരാണോ എന്ന് പോലും. അപ്പോൾ രാവിലെ നോക്കിയപ്പോൾ ബാഗില്ല. ഒരുപാട് വിഷമിച്ചു. അന്നേരം തന്നെ റെയിൽ മദാർ എന്ന് പറഞ്ഞൊരു ആപ്പ് ഉണ്ട് കേട്ടോ. ആ ആപ്പ് നമ്മൾ ട്രെയിനിൽ പോകുമ്പോൾ എപ്പോഴും ഫോണിൽ ഡൗൺലോഡ് ചെയ്തിട്ട് നല്ലതായിരിക്കും. ഞാൻ അന്നേരം തന്നെ ആ ആപ്പ് തന്നെ ശ്രീയുടെ ഫോണിലുണ്ടായിരുന്നു. അതിനകത്തൂടെ കയറി പെട്ടെന്ന് തന്നെ റെയിൽവേ പോലീസിനൊക്കെ കംപ്ലയിൻറ്റ് കൊടുത്തു. അതായത് നമ്മൾ ഏത് ട്രെയിനാണോ പോകുന്ന ട്രെയിനും നമ്മുടെ സീറ്റ് നമ്പറും കാര്യങ്ങളും ഏത് കോച്ചാണ് അങ്ങനെയെല്ലാം നമ്മൾ കൊടുക്കണം. അങ്ങനെയെല്ലാം ഞാൻ കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്തു. എൻ്റെ ഫോൺ മിസ്സായത് ഈറോഡിൽ നിന്നാണ് കേട്ടോ, തമിഴ്നാട്. അപ്പോൾ അന്നേരം തന്നെ അടുത്ത സ്റ്റോപ്പിൽ നിന്ന് തന്നെ RPF റെയിൽവേ പോലീസ് എല്ലാം കയറിയായിരുന്നു കേട്ടോ. അങ്ങനെ കയറി FIR ഒക്കെ രജിസ്റ്റർ ചെയ്തു, കംപ്ലയിൻ്റ് ഒക്കെ കൊടുത്തു. പക്ഷേ സംഭവിച്ചു പോയി, എനിക്ക് IMI നമ്പർ എന്ന് പറഞ്ഞ നമ്പറുണ്ട്, നമ്മുടെ ഫോണിൻ്റെ ഒരു നമ്പറാട്ടോ. ആ നമ്പർ എനിക്കറിയില്ലായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ പാക്കറ്റ് ഉണ്ടല്ലോ അതിൻ്റെ ബാക്കിൽ ഒരു സീരിയൽ നമ്പറാണ് ഈ IMI നമ്പർ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ എൻ്റെ ഒരു അനുഭവം കൊണ്ട് പറയുക, നമ്മളാണെങ്കിൽ എല്ലാവരും ആ ഒരു നമ്പർ എപ്പോഴും നമ്മുടെ കയ്യിൽ എഴുതി സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ എവിടെയെങ്കിലും യാത്രയിൽ നമ്മുടെ ഫോൺ മിസ്സായി കഴിഞ്ഞാൽ, എപ്പോഴെങ്കിലും ഫോൺ മിസ്സായി കഴിഞ്ഞാൽ ആ നമ്പർ കൊടുക്കാൻ പെട്ടെന്ന് തന്നെ നമുക്ക് തന്നെ ട്രാക്ക് കണ്ടുപിടിക്കാൻ പറ്റും എവിടെയാണെന്നുള്ളതൊക്കെ. അപ്പോൾ എനിക്ക് ആ നമ്പർ ഇല്ലായിരുന്നു. അതുകൂടാതെ എൻ്റെ ഗൂഗിൾ പാസ്വേഡ് ഞാൻ മറന്നുപോയി. ഗൂഗിൾ എനിക്ക് ഭയങ്കര മറവിശക്തി കൂടുതലുള്ള ഒരാളാണ്, ഓർമ്മശക്തി കുറവാണ്. എനിക്ക് ഈ ഗൂഗിൾ പാസ്വേഡ് ഞാനങ്ങ് മറന്നുപോയി. എനിക്ക് പാസ്വേഡ് അറിയത്തില്ലായിരുന്നു. അത് കാരണം ഈ 2 സംഗതി ഇല്ലാത്തത് കാരണം ഫോൺ കിട്ടുമെന്ന് ഒട്ടും പ്രതീക്ഷയില്ലായിരുന്നു. പിന്നെ അവർ ഡീറ്റെയിൽസ് FIR ഒക്കെ രജിസ്റ്റർ ചെയ്തുകൊണ്ട് പോയി. പിന്നെ തിരിച്ച് സിക്കിമിലെത്തി. പിന്നെ കുറച്ച് ദിവസം ഭയങ്കര വിഷമമായിരുന്നു. ഓർക്കുമ്പോഴേ വിഷമമായിരുന്നു. ഒരുപാട് പ്രതീക്ഷയോടുകൂടി മേടിച്ച ഫോണല്ലേ. അങ്ങനെ മാസങ്ങൾ കഴിഞ്ഞ് 2-3 മാസമായപ്പോഴത്തേനും ഫോൺ കിട്ടി. അതായത് ചെന്നൈ ഇൻ്റലിജൻസ് ബ്യൂറോയിൽ നിന്ന് ശ്രീയുടെ ഫോണിൽ ഒരു കോൾ വരുന്നു. ഫോൺ കിട്ടിയിട്ടുണ്ട്, നമ്മൾ അവിടെ ചെല്ലണമെന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ ആരാണ് ഫോൺ എടുത്തതെന്ന് ചോദിച്ചപ്പം ആ ഡീറ്റെയിൽസ് ഒന്നും അവർക്ക് തരാൻ പറ്റത്തില്ല. വേണമെങ്കിൽ എവിടെ നിന്നാണ് കിട്ടിയെന്ന് പറയാമെന്ന് പറഞ്ഞു. അങ്ങനെ ആസാമിൽ നിന്ന് എൻ്റെ ഫോൺ കിട്ടിയെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളുടെ കൂടെ ട്രെയിനിൽ യാത്ര ചെയ്ത ആരോ തന്നെയാണ് ബംഗാളിൽ ഇറങ്ങിയവരും ഈ അരുണാചലിൽ ആസാമിൽ ഇറങ്ങുന്നവരും ഒക്കെ ഉണ്ടായിരുന്നു ട്രെയിനിൽ കേട്ടോ. പിന്നെ അപ്പം അവരിൽ ആരോ ആണ് ഫോൺ അടിച്ച് മാറ്റിയത്. എന്തായാലും ഫോൺ കിട്ടി. ഫോൺ നേരിട്ട് നമ്മൾ ചെന്നൈ ചെന്ന് വാങ്ങണമെന്നായിരുന്നു. അപ്പോൾ എനിക്ക് ഇവിടുന്ന് പോകാൻ പാടായതുകൊണ്ട് ശ്രീയുടെ ഒരു സാറ് ചെന്നൈയിലുള്ളതുണ്ടായിരുന്നു. സാറ് ലീവിന് പോയേക്കുമായിരുന്നു. ആ സാർ മുഖേന അതോറിറ്റി ലെറ്റർ കൊടുത്തിട്ട് ആ സാർ മുഖേന എനിക്ക് എൻ്റെ ഫോൺ തിരിച്ച് വാങ്ങി. അപ്പോൾ കാര്യം പറഞ്ഞിരുന്നു എൻ്റെ ഊണൊക്കെ റെഡി ആയി അറിഞ്ഞില്ല. അപ്പോൾ ടാറ്റാ ബൈ, സീ യു.